പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പെട്ടകം ഉണ്ടാക്കാൻ കൽപ്പന ലഭിച്ച നാൾ മുതൽ നോഹ 120 വർഷം പ്രസംഗിച്ചുവോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. ഇന്ന് ഭൂരിഭാഗം ദൈവദാസന്മാരും പ്രസംഗിക്കുന്നത് നോഹ 120 വർഷം പ്രസംഗിച്ചു എന്നാണ്. അതായത് പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരൊക്കെ വന്ന് ചോദിച്ചു, നോഹയെ നീ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പം നോഹ പറഞ്ഞു, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി മഴ പെയ്യും. അപ്പം മഴ എന്ന പ്രതിഭാസം അതുവരെ ആരും കണ്ടിട്ടില്ല. ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി നനച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു, നോഹയെ നിനക്ക് വട്ടാണ് എന്ന് പലരും പറഞ്ഞു. പക്ഷേ നോഹ എന്നാലും പ്രസംഗിച്ചു. പെട്ടകം ഉണ്ടാക്കുന്ന ആശാരിയോടൊക്കെ പറഞ്ഞു, ഈ പെട്ടകത്തിൽ കയറണം, ദൈവത്തിൻ്റെ കൃത്യമായ അരുളപ്പാടാണ്, അല്ലെങ്കിൽ മഴ പെയ്യും, നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. പലവിധമായ ഇങ്ങനെ വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ ചോദിച്ചു, പെട്ടകം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് കടലിൻ്റെ തീരത്തല്ലേ കൊണ്ട് വെക്കേണ്ടത്? അപ്പോൾ നോഹ പറഞ്ഞില്ല, വെള്ളം പൊങ്ങും, ഇവിടെ വെള്ളം വരും, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? പെട്ടകം പൊങ്ങും എന്നൊക്കെ നോഹ പറഞ്ഞു. പക്ഷെ നാട്ടുകാർ മൊത്തം കളിയാക്കി. എന്നാലും നോഹ ആ സമയത്ത് 120 വർഷം പ്രസംഗിച്ചു എന്നാണ് ഭൂരിഭാഗം ദൈവദാസന്മാരും പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ ആൾക്കാരുടെ ഊഹാപോഹമല്ലല്ലോ നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് വചനത്തിൻ്റെ തെളിവുകളാണ് ആവശ്യം. ഞാൻ വചനം പഠിച്ചപ്പോൾ അങ്ങനെ ഒരു തെളിവ് ഞാൻ ബൈബിളിൽ കണ്ടില്ല. 120 വർഷത്തിൻ്റെ കണക്ക് ബൈബിളിൽ ഒരിക്കലും ശരിയാകുന്നതുമില്ല. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് പരിശോധിക്കാൻ പോകുകയാണ്. നമുക്ക് പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പെട്ടകം തീർത്തത്. വേറെ ഒരു കുടുംബത്തിൻ്റെയോ ഒരു വ്യക്തികളുടെയോ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് വളരെ വ്യക്തമാണ്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. അപ്പോൾ നമുക്ക് ഇത് തെളിയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. 6:18. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. അപ്പോൾ ഇവിടെ എപ്പോഴാണ് നിയമം ചെയ്തത്? 6-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ കൂടി വായിക്കണം. 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. എന്ന് പറഞ്ഞാൽ മുടുപാപികളായിരുന്നു ഈ നോഹയുടെ കാലത്തുള്ള ജനങ്ങൾ. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അത്രയധികം പാപത്താൽ എന്താണ്? വശീകരിക്കപ്പെട്ടു പോയി, മ്ലേച്ഛമായി തീർന്നു ഭൂമിയിലുള്ള ജനങ്ങൾ. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ച് കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദുഃഖമായിട്ട് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള സകല മനുഷ്യരെയും മൃഗങ്ങളെയും കൊന്നു കളയുമെന്ന് തീരുമാനമെടുത്തതിന് ശേഷമാണ് നോഹയുടെ എന്ന് പറയുന്നത്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഇതിന്റെ 12-ാം വാക്യം നോക്കിയേ. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു, സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. അപ്പൊ നോഹയും കുടുംബം ഒഴികെ മറ്റ് എല്ലാവരും എന്ത് ചെയ്തു? സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? ഞാൻ ഇവരെ നശിപ്പിക്കുമെന്ന് തീരുമാനമെടുത്തിട്ട് എന്നിട്ടാണ് നോഹയോട് 18-ാം വാക്യത്തിൽ പറയുന്നത്, എന്ത് പറയുന്നു? നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും, നീ നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. എന്ന് പറഞ്ഞാൽ 8 പേര് പെട്ടകത്തിൽ കിടക്കണം. എന്നിട്ട് അടുത്തത് 19-ാം വാക്യം, സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്ന് തന്നെ ഈരണ്ടീരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അപ്പൊ ഈരണ്ടായിട്ട് മൃഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? പെട്ടകത്തിൽ കയറ്റണം എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കുക, അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ട് ജീവരക്ഷയ്ക്കായി നിന്റെ അടുക്കൽ വരയണം. ഇനി അടുത്ത വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വാക്യം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ആ വാക്യം പറഞ്ഞിങ്ങനെയാണ്, നീയോ
സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം, സൂക്ഷിച്ചു വെക്കണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം എന്ന് പറഞ്ഞാൽ, നോഹേ, നിനക്കും നിന്റെ കുടുംബത്തിനും കേറുന്ന മൃഗങ്ങൾക്കും മാത്രമേ ആഹാരം എടുത്ത് സംഗ്രഹിച്ചു വെക്കാവൂ, സൂക്ഷിച്ചു വെക്കാവൂ. എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഇനി ഒരു വ്യക്തി പോലും കയറിയാൽ അവർക്കുള്ള ഭക്ഷണം പെട്ടകത്തിൽ കരുതുവാൻ ദൈവം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ വളരെ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ പെട്ടകത്തിന്റെ വാതില് നോഹയല്ല അടച്ചത്, ദൈവം അടച്ചു. അപ്പൊ അത് കാരണം ഒരിക്കലും എന്ത് ചെയ്യാം, ഒരുത്തന് പോലും പിന്നെ എന്ത് കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത തെളിവ് നോക്കാം. ഈ 120 വർഷം പ്രസംഗിച്ചിട്ടുണ്ടോന്ന് അറിയണ്ടേ? അപ്പൊ ഇവരിത് പറയാൻ കാരണം 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തില് നീതി പ്രസംഗിയായ നോഹ എന്നൊരു പദം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നോഹ പ്രസംഗിച്ചു എന്ന് നമുക്ക് തെളിയിക്കണം. അത് നമുക്ക് തെളിയിക്കാതെ. പക്ഷെ 120 വർഷം നോഹ പ്രസംഗിച്ചിട്ടുമില്ല. അത് തന്നെയല്ല, ഇനി പെട്ടകം ഉണ്ടാക്കിയ നാൾ മുതൽ അല്ല നോഹ പ്രസംഗിച്ചെന്നുള്ള അടുത്ത തെളിവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ദൈവം നശിപ്പിച്ച് കളയുമെന്ന് തീരുമാനിച്ചിട്ടാണ് നോഹയോട് പെട്ടകം ഉണ്ടാക്കി നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കാൻ പറഞ്ഞത്. അപ്പൊ ദൈവം കൊന്നുകളയുമെന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അതിന് 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകണം. കാരണം തിരുവെഴുത്തിനെ നമുക്ക് തിരുവെഴുത്ത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, തെളിയിക്കണം. അപ്പൊ 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം ഞാൻ വായിക്കുന്നു. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർ അപേക്ഷിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചത് കൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. ഏലിയുടെ 2 മക്കളെ കുറിച്ചാണ് പറയുന്നത്. അവർ ആലയത്തിൽ കിടന്നിരുന്ന സ്ത്രീകളുമായിട്ട് ശയിച്ചു എന്നും ആ മുപ്പല്ലി കൊണ്ട് ആ യാഗത്തിന് കൊണ്ടുവരുന്ന ഈ ഇറച്ചിയൊക്കെ മുപ്പല്ലി കൊണ്ട് കലത്തിൽ നിന്ന് കുത്തിയെടുത്തു എന്നൊക്കെ ഭയങ്കരമായ ഹീനമായ പാവങ്ങളാണ് ഇവർ ചെയ്തത്. അപ്പം ദൈവം എന്ത് ചെയ്തു, ഇവരെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചത് കൊണ്ട് സ്വന്തം അപ്പന്റെ വാക്ക് പോലും അവർ കേട്ടില്ലെന്ന് മനസ്സിലാക്കണം. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ കൊല്ലാൻ തീരുമാനിച്ചാൽ സ്വന്തം അപ്പന്റെ പോലും വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ നോഹയുടെ വാക്കിന് ഇവർ കേൾക്കാൻ പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ദൈവം ആ ജനത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന് മുന്നായിട്ട് എന്ത് ചെയ്യും, ഒരു മുന്നറിയിപ്പ് കൊടുക്കും. നമുക്കറിയാം, യോനാ പ്രവാചകന്റെ പുസ്തകം പഠിച്ചാൽ നിനവേക്കാരോട് 40 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, ന്യായവിധി വരും എന്ന് ആ ന്യായവിധിയുടെ ദൂത് കൊടുത്തപ്പോൾ രാജാവും ആ കുഞ്ഞു കുട്ടികളും എല്ലാവരും എന്ത് ചെയ്തു, ആ ദൈവസന്നിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് അവരുടെ പ്രവൃത്തികളാൽ, അവരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോഴാണ് യഹോവ അനുദപിച്ച് അനർത്ഥം വരുത്തിയില്ല. അവർ മാനസാന്തരപ്പെട്ടില്ലായിരുന്നെങ്കിൽ, മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ആ നിനവേ പട്ടണത്തിലുള്ള 1,20,000 ചെല്ലുവാനും പേരും മൃഗങ്ങളും ഒക്കെ നശിച്ചു പോയേനെ. അപ്പോൾ വളരെ വ്യക്തമാണ്, ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂത് കേൾക്കാതെ വരുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ന്യായവിധി അയക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ദൈവത്തിന്റെ ന്യായവിധി എന്ത് ചെയ്യില്ല, ഇവർ കേട്ടില്ല. അതുകൊണ്ടാണ് നോഹയോട് പറഞ്ഞത്, നീ പെട്ടത്തിൽ കേറിക്കോ, പെട്ടകൊണ്ടാക്കിയോ കേറിക്കോ, ഇവരെ ഞാൻ പൂർണ്ണമായിട്ട് എന്താണ്, നശിപ്പിച്ച് കളയാൻ പോകുകയാണ്. അപ്പൊ വളരെ വ്യക്തമാണ്, പെട്ടകമുണ്ടാക്കിയതിന് ശേഷം കൽപ്പന ലഭിച്ചത് മുതൽ നോഹ പ്രസംഗിച്ചിട്ടും കാര്യമില്ല. പെട്ടകത്തിൽ ആർക്കും കയറാൻ പറ്റില്ല, ആര് കയറിയാലും അതിനുള്ള ഭക്ഷണം വെച്ചിട്ടില്ല. പെട്ടകത്തിന്റെ വാതിൽ ദൈവമാണ് അടച്ചത്, അത് ദൈവം തുറക്കൂല. ഇനി 120 വർഷം നമുക്ക് പ്രസംഗിച്ചോന്നും കൂടെ നോക്കണ്ടേ? നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 5-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവസാനത്തെ ഒരു വാക്യം 32-ാം വാക്യം. അവിടെ ഇതിരിക്കുന്ന എങ്ങനെയാണ്, നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. വളരെ ശ്രദ്ധിക്കണം, നോഹയ്ക്ക് 500 വയസ്സായപ്പോഴാണ് 3 ആൺപിള്ളേരുണ്ടാകുന്നത്. 3 ആൺപിള്ളേരുണ്ടെന്നത് എപ്പോഴാണ്? 500 വയസ്സായപ്പോൾ. ഇനി ജലപ്രളയം എപ്പോഴാണ് വരുന്നത്? 7-ാം അധ്യായം 6-ാം വാക്യം. 7-ന്റെ 6 പറയുന്നത് എങ്ങനെയാണ്, ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. അതായത് 500 വയസ്സിൽ 3 ആൺപിള്ളേരുണ്ടാകുന്നു. 100 വർഷം കഴിഞ്ഞ് 600 വയസ്സിൽ ജലപ്രളയം ഉണ്ടാകുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, ദൈവം പെട്ടകം ഉണ്ടാക്കാൻ കൽപ്പന കൊടുത്തപ്പോൾ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മക്കളും മക്കളുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറണം എന്ന് പറഞ്ഞത്. അപ്പൊ അന്നത്തെ കാലത്ത് 65 വയസ്സിലേക്കാണ് വിവാഹം കഴിച്ചിരുന്നത്. പോട്ടെ, 50 വയസ്സിൽ നോഹയുടെ മക്കൾ വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 550 നോഹയ്ക്ക് 550 വയസ്സായപ്പോഴാണ് മക്കൾ കല്യാണം കഴിക്കുന്നത്. കാരണം 500 വയസ്സിലും മക്കൾ ഉണ്ടാകുന്നു, 550 വയസ്സിലും മക്കൾ കല്യാണം കഴിക്കുന്നു. എന്നിട്ടാണ് ദൈവം എന്ത് പറഞ്ഞത്, ഒരു പെട്ടകം ഉണ്ടാക്കണം, നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം ഉണ്ടാക്കണം.
അത് കഴിഞ്ഞ് 50 വർഷം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ജലപ്രളയത്തിന്. അപ്പൊ പിന്നെ എങ്ങനെയാണ് 120 വർഷം നോഹ പ്രസംഗിക്കുന്നത്? കണ്ടോ, വളരെ തെറ്റായ പഠിപ്പിക്കലുകളാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുന്നേ ഉള്ള വീഡിയോകളൊക്കെ കണ്ടറിയാം. അനേക തെറ്റായ കാര്യങ്ങൾ വചനത്തിലൂടെ ശരിയായ കാര്യങ്ങളിൽ തെളിയിക്കുന്നുണ്ട്. ഇത് ദൈവസന്നിധിയിൽ ഞാൻ 9 വർഷങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പഠിച്ച വചനങ്ങളാണ്. മഹാകഷ്ടത്തിലൂടെ കടന്നുപോയ സമയങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിച്ച ഭാഗങ്ങളാണത്. എൻ്റെ സാക്ഷിയൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇടാം. അമേൻ. ഇത് മുട്ടുമ്മ ഇരുന്ന് പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. അമേൻ. 2 കർത്താവിൻ്റെ ദാസന്മാരോടുകൂടെ 6 വർഷം ശിഷ്യത്വം എടുക്കാൻ എനിക്ക് കർത്താവ് ഭാഗ്യം ലഭിച്ചു. ഒരു ദേവാസന്റെ കൂടെ 2 വർഷവും വേറെ ദേവാസനോടെ 4 വർഷവും ശുശ്രൂഷയുടെ ബന്ധത്തിൽ ശിഷ്യത്വം എടുക്കുകയും പിന്നീട് ഒരു 9 വർഷം കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമ്മ ഇരുന്ന് ദൈവവചനം പഠിക്കുകയും ചെയ്തതിന്റെ വെളിപ്പാടുകളാണ് ഞാനിപ്പോൾ ഈ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. കർത്താവിന്റെ വേലയിലായിട്ട് 22 വർഷമാവുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കൃത്യമായിട്ട് കാണാം. ഞാൻ വചനത്തിലുള്ള കാര്യങ്ങളാണ് ഈ തെളിയിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നോഹയ്ക്ക് 500 വയസ്സായപ്പോൾ മക്കളുണ്ടാകുന്നു, 550 കല്യാണം കഴിക്കുന്നു, പിന്നെന്താണ് 600 ജലപ്രളയം ഉണ്ടാകുന്നു. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, 120 വർഷം എന്ത് ചെയ്തിട്ടില്ല, നോഹ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പെട്ടകം ഉണ്ടാക്കാൻ കൽപ്പന കൊടുത്തത് മുതൽ 120 വർഷം പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു കണക്കും ബൈബിളിലില്ല. പിന്നെ നീതിപ്രസംഗിയായ നോഹ എന്ന് പത്രോസിൽ പറയുന്നത് കൊണ്ട് നിശ്ചയമായിട്ട് നോഹ പ്രസംഗിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് അറിയാമോ? ദൈവം ന്യായവിധി അയക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ജനത്തെ കൊന്നുകളയുമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപാണ് നോഹ എന്ത് ചെയ്തേക്കണത്, ജനത്തോട് പ്രസംഗിച്ചിരിക്കുന്നത്. നോഹ പ്രസംഗിച്ചിട്ടുണ്ടാവും, എല്ലാവരും എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടണം, ദൈവിക ന്യായവിധി വരുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും നശിച്ചു പോകും എന്നുള്ളൊരു ദൂത് ദൈവം ഈ ജനത്തെ കൊന്നുകളയുമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പെട്ടകമുണ്ടാക്കാൻ നോഹയ്ക്ക് കൽപ്പന കൊടുക്കുന്നതിന് മുമ്പാണ് നോഹ പ്രസംഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. കമന്റുകൾ ഇടുന്ന അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ നമ്മൾ പുതിയ വീഡിയോസിൽ നമ്മൾ ഇടുന്നതാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.